കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു. ഇന്ന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ അതിൻ്റെ തിരക്കാണ്, അല്ലാത്ത തിരക്കൊന്നുമില്ല. ആ ഒരു ഉദയാസ്തമന പൂജയ്ക്ക് 10 മിനിറ്റ് തുറക്കും, 5 മിനിറ്റ് അടയ്ക്കും, അങ്ങനത്തെ അവസ്ഥയാണല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ ശിവേരിക്ക് ശേഷം നല്ല തിരക്കായിരുന്നു. അതുവരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ഉദയാസ്തമന പൂജ പഴയൻ ഓദിക്കാൻ ആണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് അങ്ങനെ കക്കാട്, പൊട്ടക്കുഴി, അങ്ങനെ എല്ലാവരും 4 ഓദിക്കന്മാരുമായി മുന്നൂലം. ഇന്ന് ഉച്ചപൂജ ഉണ്ടായത് മുന്നൂലം ഭവോദിക്കനാണ്, ഭവേഷോദിക്കൻ. കളഭാലങ്കാരം ഉണ്ടായത് പൊട്ടക്കുഴി ഭവദാസോദിക്കൻ. വളരെ നല്ല രസത്തോടു കൂടിയ കാളിയമർദ്ദക രൂപത്തിലാണെന്ന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത്. വളരെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ആ കാളിയൻ്റെ ശിരസിലിങ്ങനെ നൃത്തം ചവിട്ടുന്ന, അതായത് കാളിയൻ്റെ ദർപ്പം, അഹങ്കാരം ശമിപ്പിക്കുന്ന ആ കുഞ്ഞികൃഷ്ണൻ്റെ പാദങ്ങളാണ് ആദ്യം തന്നെ കാണുന്നത്. കാളിയൻ്റെ തലകൾ ഇങ്ങനെ കാണുന്നു, അതിൻ്റെ മുകളിലിങ്ങനെ ചവിട്ടുന്ന കാൽത്തളകളിട്ട പൊന്നുണ്ണിക്കണ്ണനെയാണ് നമ്മൾ ആദ്യം തന്നെ കാണുക. അങ്ങനെ ഇടത്തെ കൈയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാളിയൻ്റെ വാല് പിടിച്ചിട്ടുണ്ട്, വലത്തെ കയ്യിൽ പൊന്നോടക്കോയിലും ഉണ്ട്. വളരെ രസമായിട്ടുള്ള ഒരു രൂപമാണ്. മാറത്ത് ഗോപീതിലകം വെച്ചിട്ടുണ്ട്, നെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, കൈവളകളുണ്ട്, കാൽത്തളകൾ കാണാനുണ്ട്, തോൾവളകളുണ്ട്, പീലിത്തിരിമുടി കെട്ടിയിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു അലങ്കാരമാണ് ഇന്നത്തെ. ചതുർബാഹുവായ നാരായണ വിഗ്രഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അലങ്കാരമാണ്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ കാളിയമർദ്ദക രൂപം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സോപാനപ്പടിയിലാണ് നിന്ന് തൊഴുന്നത്. എല്ലാവരും എൻ്റെ കൂടെ വന്ന് തൊഴുതോളൂ. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി നേരെ തിടപ്പള്ളിയിലേക്കൊന്ന് നോക്കി തൊഴുകയാണ്. അതിനുശേഷം അഗ്നി തൂവുന്ന അഗ്നികോണിലേക്ക് നോക്കി തൊഴുകയാണ്. പിന്നെ സപ്തമാതാക്കളെ തൊഴുതു. വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് നോക്കി. വിഘ്നേശ്വരന് അധികം അലങ്കാരമൊന്നും ആയിട്ടില്ല. കുറേ സ്വർണത്തിൻ്റെ ഗോപികൾ അങ്ങനെ ചാർത്തിയിട്ടുണ്ട് ആ തുമ്പിക്കൈയുടെ മുകളിലൊക്കെ. പിന്നെ കുറച്ച് അർച്ചനപ്പൂക്കളുണ്ട്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ തൊട്ട് സരസ്വതി ദേവിയുടെ അടുത്തേക്ക് നോക്കിയ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. വെളുത്ത പൂവും തുളസിമാലയൊക്കെ ആയിട്ടാണ് ചാർത്തിയിട്ടാണ് സരസ്വതി ദേവിയുടെ അവിടെ ഫോട്ടോവിൻ്റെ മുകളിൽ. അങ്ങനെ നമ്മൾ ഓരോ ഭാഗങ്ങൾ കണ്ട് ഇങ്ങനെ വരുമ്പോൾ ആ ചെറിയ ഗണേശ വിഗ്രഹത്തിലൊന്ന് തൊട്ട് തലോടി. അങ്ങനെ ആ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹമൊക്കെ കണ്ട് തൊഴുതു. മേൽശാന്തിയുടെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വീണ്ടും വാമന രൂപമൊക്കെ കണ്ടു. അതിനുശേഷം അനന്തപത്മനാഭസ്വാമീനെ കണ്ടു തൊഴുതു. അവിടെ നിറയെ മാലകളുണ്ട്, തുളസി മാലകളാണ് ചാർത്തിയിട്ടുള്ളത്. പിന്നീട് പുറകുവശത്ത് സാഷ്ടാംഗം നമസ്കരിച്ചു. അതിനുശേഷം വീണ്ടും ഇങ്ങോട്ട് കയറി നടക്കുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടു. കൃഷ്ണനെ വീണ്ടും കണ്ടു. ഒരു തുളസിമാല ഇട്ടിട്ടുണ്ട്. പിന്നെ മുരുകനെ കണ്ടു തൊഴുതു. അങ്ങനെ വരുമ്പോൾ
ഹനുമാൻ സ്വാമിയെ കാണാം. ഹനുമാൻ സ്വാമിയെ കണ്ടു തൊഴുതു. രാധാകൃഷ്ണ വിഗ്രഹം കണ്ടു. അതിനുശേഷം ഓവിൻ്റെ അവിടെ പോയിട്ട് ഒന്ന് പ്രണമിച്ചു. വീണ്ടും ആ ഗ്രില്ലിനപ്പുറത്തേക്ക് കിടന്ന് നമ്മുടെ താമരക്കണ്ണൻ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴുക. അതിനുശേഷം നേരെ ആ മണിക്കിണർ നോക്കി തൊഴുതു. വീണ്ടും നൃത്തം അറയിലേക്ക് നോക്കിയിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായി സങ്കല്പിച്ച് പ്രണാമം അർപ്പിച്ചു. അങ്ങനെ അവിടുന്ന് വടക്കേ നടയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയൊക്കെ നോക്കി അങ്ങനെ അതൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ വടക്കേ നടയിലൂടെ പുറത്തിറങ്ങിയിട്ട് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി അതിനുശേഷം നേരെ ഇടത്തരികത്തുകാവ് ഭഗവതിയെ കാണാൻ പോയി. അവിടെ പോയി വന്നാൽ ഭഗവതി ഇങ്ങനെ വളരെ പ്രസന്നവതിയായിട്ട് നിറയെ ഗോളകയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഗോളക ഇട്ടിട്ടാണ് ഫുള്ള്, വേറെ അലങ്കാരമൊന്നുമില്ല. ചുവന്ന പട്ടിങ്ങനെ എടുത്തിട്ടുണ്ട്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ടു തൊഴുതു. അതിനുശേഷം നേരെ മമ്മിയൂരപ്പനെ പ്രാർത്ഥിച്ചു. ഫോട്ടോ നോക്കി മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ചു. നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചു. പിന്നീട് കൊടിമരം നോക്കിയിട്ടൊന്ന് തൊഴുതു. അതിനുശേഷം നേരെ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ ശ്രീലകത്തേക്ക് നോക്കി തൊഴും. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എന്താ, നമ്മുടെ ആ കാളിയ മർദ്ദകനെ കാണല്ലേ, അപ്പോൾ കണ്ട് തൊഴുക. അതിനുശേഷം കൂത്തമ്പലത്തിൽ ഒന്ന് നോക്കി തൊഴുതു. അയ്യപ്പൻ്റെ അവിടെ എത്തിയിട്ട് അയ്യപ്പനെ കാണാം. അയ്യപ്പനെ കണ്ട് തൊഴുതു. അവിടെ അധികം അലങ്കാരമൊന്നും ആയിട്ടില്ല. സ്വർണ്ണഗോപി മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഒരു വെളുത്ത കസവുമുണ്ടും ചുറ്റിയിട്ടുണ്ട്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പടിഞ്ഞാറ് ദിശയിലേക്ക് വന്ന് ദീപസ്തംഭം കണ്ടു. ദീപസ്തംഭത്തിലെ വേണുഗോപാല സ്വരൂപം കണ്ടു. കൊടിമരത്തിലെ വേണുഗോപാല സ്വരൂപം കണ്ട് നോക്കി തൊഴുതു. ഒന്നും എല്ലാവരും നമ്മളെ കൂടെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കണ്ട് തൊഴുതു കേട്ടോ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.